വാടാത്ത വിത്തുകൾ. വിജയനഗരത്തിൽ ഭരതൻ, കുമാരൻ എന്ന് രണ്ട് ചങ്ങാതികൾ ഉണ്ടായിരുന്നു. ഭരതൻ വിദേശത്തേക്ക് പോകാൻ തീരുമാനിച്ചു. ഞാൻ വിദേശത്തേക്ക് പോയിട്ട് വരാൻ കുറഞ്ഞത് 1 വർഷമെങ്കിലും ആകും. അതുവരെ എന്റെ ഈ പണം എവിടെയാണ് സൂക്ഷിച്ചു വെക്കുക? അവനൊരാശയം തോന്നി. ഒരു ഭരണിക്കുള്ളിൽ 5000 സ്വർണ്ണ നാണയങ്ങൾ വെച്ച് അതിനു മുകളിൽ വിത്തുകളിട്ട് മൂടി. അതും എടുത്തുകൊണ്ട് കുമാരന്റെ വീട്ടിലേക്ക് പോയി. വാ ഭരത, എന്താ സുഖാണോ? സുഖം തന്നെ. നീ എനിക്കൊരു സഹായം ചെയ്യാമോ? ഈ ഭരണിക്കുള്ളിൽ കുറെ വിത്തുകൾ വെച്ചിട്ടുണ്ട്. ഞാൻ മടങ്ങി വരുന്നവരെ ഇത് ഭദ്രമായി സൂക്ഷിച്ചു വെക്കാമോ? അത്രേ ഉള്ളോ? ഞാൻ സൂക്ഷിച്ചോളാം, നീ വിഷമിക്കാതെ പോയിട്ട് വാ. ഭരതൻ പോയിട്ട് 1 വർഷം കഴിഞ്ഞു. മടങ്ങി വന്നതേയില്ല. ഭരണിക്കുള്ളിൽ എന്താണെന്ന് അറിയാനായി കുമാരൻ അത് തുറന്നു നോക്കി. എന്റെ ദൈവമേ, എത്ര സ്വർണ്ണ നാണയങ്ങൾ! ഇത് മുഴുവനും ഞാൻ എന്റെ സ്വന്തമാക്കും. ഭരതൻ എന്നോട് വിത്തുകളാണെന്നല്ലേ പറഞ്ഞത്? ആ ഭരണി മുഴുവനും അവൻ വിത്തുകൾ നിറച്ചു മൂടിവെച്ചു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ഭരതൻ മടങ്ങി വന്ന് തന്റെ ഭരണി മടക്കി ചോദിച്ചു. അതിനുള്ളിൽ വെറും വിത്തുകൾ മാത്രം കണ്ട് ഞെട്ടിപ്പോയി. കുമാര, എന്റെ സ്വർണ്ണ നാണയങ്ങൾ എവിടെ? ഞാൻ ഈ ഭരണിക്കുള്ളിൽ വെച്ചിരുന്നുവല്ലോ. എനിക്കൊന്നും അറിയില്ല. നീ ഈ ഭരണിക്കുള്ളിൽ വിത്തുകളാണെന്നല്ലേ പറഞ്ഞത്? പിന്നെ എങ്ങനെയാണ് സ്വർണ്ണ നാണയങ്ങൾ ഉണ്ടാവുക? ഭരതന് ഉത്തരം മുട്ടിപ്പോയി. തെന്നാലി രാമനെ സമീപിച്ചു. അവൻ പറഞ്ഞതെല്ലാം രാമൻ ശ്രദ്ധിച്ചു കേട്ടു. ഭരത, നീ എത്ര മാസങ്ങൾക്ക് മുൻപാണ് ഈ ഭരണി കൊടുത്തത്? 1.5 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ ഭരണി ഞാൻ കൊടുത്തത്. രാമൻ ആ ഭരണിയിൽ നന്നായി ഉറ്റുനോക്കി. വാടാത്ത പുതിയ വിത്തുകളാണ് അതിലുണ്ടായിരുന്നത്. 1.5 വർഷമാണെങ്കിൽ വിത്തുകളൊക്കെ വാടി ഉണങ്ങിപ്പോയിരിക്കണമല്ലോ. കുമാരൻ ഭരണി തുറന്ന് സ്വർണ്ണ നാണയങ്ങൾ എടുത്തിട്ട് പുതിയ വിത്തുകൾ നിറച്ചിരിക്കുകയാണ്. അതുകൊണ്ട് കുമാരൻ 10,000 സ്വർണ്ണ നാണയങ്ങൾ ഭരതന് കൊടുക്കണം. കുമാരൻ എന്ത് ചെയ്യണമെന്നറിയാതെ മിഴിച്ചു നിന്നു. അതിൽ 5000 സ്വർണ്ണ നാണയങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ, 10,000 അല്ല. ഇപ്പോൾ സത്യം പുറത്തു വന്നില്ലേ? ഭരണി തുറന്ന് അതെടുത്തതുകൊണ്ടല്ലേ 5000 നാണയങ്ങൾ എന്ന് പറഞ്ഞത്? കുമാരൻ കുറ്റം സമ്മതിച്ച് ഭരതന് 5000 സ്വർണ്ണ നാണയങ്ങൾ കൊടുത്തു. ഭരതൻ രാമന്റെ ബുദ്ധി സാമർഥ്യത്തെ പ്രശംസിച്ച് നന്ദി പറഞ്ഞു.